ദിവസം കുർബാനയുടെ ആൾത്താരമേ വെച്ചിരിക്കുന്ന ഈ അരുളിക്കയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിറയ്ക്കണ പോലെ തോന്നുക. അപ്പോൾ ഞാൻ പോലെ ഫാനിൻ്റെ നിഴലാവുമോ എന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഈശോ ഇങ്ങനെ ഒരു ആചാനുഭാഗമായിട്ട് ഒരു ഈശോ ഇങ്ങനെ ഇറങ്ങിയാൽ വന്നു. ഇറങ്ങി ഓരോരുത്തരുടെ ഇങ്ങനെ തല ഇങ്ങനെ പിടിച്ച് ഈ കാറിൻ്റെ ഡിക്ക് തുറക്കണ പോലെയൊക്കെ തല തുറക്കുക, വയറ് ഇങ്ങനെ പൊളിച്ച് ഓരോന്ന് കാട്ടുക, ഒരു വർക്ക് ഷോപ്പ് പണി പോലെ ഓരോന്ന് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ തോള് തട്ടിയിട്ട് പറഞ്ഞു, നീ പൗലോസ്ലീഗയുടെ വേല ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഈ ഈശോ വന്ന ഈശോ 1000 ഈശോയായി, ഓരോരോ ഈശോകളായിട്ട് അങ്ങനെ മാറി. അപ്പോൾ ആരാധനയുടെ സമാപനത്തിൽ അച്ഛൻ ഓരോ രോഗശാന്തി വിളിച്ച് പറയുമ്പോൾ ഏത് ആളുടെയാണ് തല ഇങ്ങനെ കാണിച്ചത്, അങ്ങനെ കാട്ടിയത്, ബ്രസ്റ്റ് സ്ത്രീകളുടെ ഈ വയറിൻ്റെ ഭാഗം, അത് ആരുടെ അടുത്തേക്കൊക്കെ പോയിക്കിട്ടുന്നുണ്ടെങ്കിൽ ആ രോഗം വിളിച്ച് പറയുമ്പോൾ മാറിയത് വിളിച്ച് ആ വ്യക്തികളാണ് കൈപൊന്തിക്കണത്, എണീറ്റ് നിൽക്കണത്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഇടപെട്ട് എനിക്ക് ഇങ്ങനെ ക്ലാരിനെറ്റ് ഊതിക്കൊണ്ട് ഈ മെഴുക് പോലെ ലൈറ്റ് കത്തി നിൽക്കണ പോലത്തെ മാലാഖമാർ ഇങ്ങനെ പാറി നടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തൊക്കെ പാടുകയാണ്, ഞാൻ പാട്ട് പാടുകയാണ്. എനിക്ക് ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിൽ പനക്കലച്ചൻ ആശീർവാദത്തിൻ്റെ സമയത്ത് പറയുന്നത് ഞാൻ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് കേൾക്കുകയാണ്. പിതാവിനോട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ലഭിക്കും എന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കടലത്തെ തിര പോലെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ, ആശകൾ. അതൊക്കെ ഞാൻ ചോദിച്ചിട്ട് എന്ന് മേടിച്ച് തീരുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഒന്ന് ചോദിക്കുന്നുണ്ട് പിതാവേ യേശുനാമത്തിൽ, ഇതുവരെ ഞാൻ അങ്ങയെ അറിഞ്ഞില്ല, അങ്ങേ എൻ്റെ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പം മുതൽ എൻ്റെ മരണം വരെയും മരണത്തിന് ശേഷവും അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം. അങ്ങേ അല്ലാതെ ഞാൻ മറ്റൊരാളെ ആരാധിക്കാൻ പാടില്ല. അതിനുള്ള ദൃഢത എനിക്ക് തരണം എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ച് തീരുമ്പോൾ എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് കിട്ടിയത് പിന്നീട് ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചു. കാരണം യേശുവിനെ വിളിക്കുന്നത് വരെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടും ദുഃഖം ദുരിതവും ക്ലേശങ്ങളും മാത്രമായിരുന്നു. യേശുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വെച്ചടി കയറ്റായിരുന്നു. കൈയടിച്ചു. ഈ വെച്ചടി കയറിയത് കുരിശുമലാന്ന് മാത്രം പിടികിട്ടിയ. അപ്പോൾ ഈ വെച്ചടി കുരിശുമ കയറിയപ്പോൾ കുരിശുമെന്ന് പിടിവിട്ടില്ല. കാരണം കുരിശുമ വെറും ബ്ലാങ്ക് കുരിശുമലല്ല ഞാൻ കയറണത്, ഈശോ കിടക്കണ കുരിശുമല കയറണേ. അവിടെ അവനുണ്ട് എന്നുള്ള വിചാരത്തിൽ നമ്മൾ കയറിയാൽ അവൻ്റെ അരിയത്തേക്ക് നമുക്ക് എത്താം.